ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ഗ്രീഷ്മയോട് ചോദിച്ചപ്പോൾ തനിക്ക് MAയിൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ടെന്നും മുൻപ് ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളല്ലെന്നും മാതാപിതാക്കൾക്ക് ഒറ്റ മകളായതിനാൽ നിയമത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നായിരുന്നു മറുപടി. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കേട്ട കോടതി ശിക്ഷ വിധിക്കുന്നത് ജനുവരി 20-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൊലപാതകം നടന്നതായി കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഗ്രീഷ്മക്ക് പുനർചിന്തനമുണ്ടായി നന്നാവാനുള്ള അവസരം നൽകണമെന്നാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. എന്നാൽ പ്രോസിക്യൂഷൻ ഇതിനെ എതിർത്തു. വളരെ പരിഭാവനമായ ഒന്നാണ് പ്രണയം. എന്നാൽ വിശ്വാസവഞ്ചനയിലൂടെ പ്രണയം നടിച്ച് ഷാരോണിനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഗ്രീഷ്മ ചെയ്തതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. സാഹചര്യ തെളിവുകൾ കൊണ്ട് അത് തെളിയിക്കാനും പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. പ്രണയമെന്ന പരിഭാവനമായ സങ്കല്പത്തെ കൂടിയാണ് ഗ്രീഷ്മ കൊല ചെയ്തതെന്നും പ്രോസിക്യൂഷൻ വാദമുഖത്തിൽ ഉന്നയിച്ചു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻ കോടതിയിൽ ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ശിക്ഷാവിധിയിലുള്ള വാദം ആരംഭിച്ചത്. ഞെട്ടിക്കുന്ന ആസൂത്രണത്തോടെ ഗ്രീഷ്മ കാമുകനെ വകവരുത്തിയതാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. സൂത്രധാരനും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ഗ്രീഷ്മയുടെ മാതാവ് സിന്ധുവിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. 1ഉം 3ഉം പ്രതികളാണ് ഗ്രീഷ്മയും അമ്മാവനും. അമ്മയെ 2ാം പ്രതിയായിട്ടാണ് ഉൾപ്പെടുത്തിയിരുന്നത്. പാറശാല മുര്യങ്കര JP ഹൗസിൽ ഷാരോൺ രാജിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി കഷായത്തിൽ കളനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പാറശാല തേവിയോട് പൂമ്പള്ളിക്കോണം ശ്രീനിലയത്തിൽ ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ കുറ്റങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. സൈനികരുമായി നിശ്ചയിച്ച വിവാഹത്തിന് തടസ്സമാകുമെന്ന് കണ്ടാണ് ഷാരോണിനെ വധിക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചത്. ഗ്രീഷ്മയുടെ ശ്രമങ്ങൾക്ക് അമ്മയും അമ്മാവനും ഒത്താശ ചെയ്തെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കളനാശിനി ഗ്രീഷ്മക്ക് വാങ്ങി നൽകിയത് നിർമ്മലകുമാരൻ നായരാണ്. ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദധാരിയാണ് ഗ്രീഷ്മ. നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ BSc റേഡിയോളജി വിദ്യാർത്ഥിയായിരുന്നു ഷാരോൺ രാജ്. പണം ഞങ്ങൾ തരും. 2022 ഒക്ടോബർ 25-നായിരുന്നു ഷാരോണിന്റെ മരണം. കഴിഞ്ഞ ഒക്ടോബർ 15-ന് തുടങ്ങിയ വിചാരണ ഈ മാസം 3-നാണ് അവസാനിച്ചത്. 95 സാക്ഷികളെ വിസ്തരിച്ചു. ശാസ്ത്രീയ ഡിജിറ്റൽ തെളിവുകൾ കേസിൽ നിർണായകമായി. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ, അഡ്വക്കേറ്റുമാരായ അൽഫാസ് മഠത്തിൽ, നവനീത് കുമാർ VS എന്നിവർ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി. ശാസ്തമംഗലം അജിത് കുമാറാണ് പ്രതിഭാഗം അഭിഭാഷകൻ. തിരുവനന്തപുരം റൂറൽ SP ആയിരുന്ന D ശില്പയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ടീമാണ് കേസ് അന്വേഷിച്ചത്. SP MK സുൽഫിക്കർ, DYSPമാരായ KG ജോൺസൺ, VT റാസിത്ത്, പാറശാല ഇൻസ്പെക്ടർ സജി എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു.